ജീവിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനേക്കാൾ വിടവാങ്ങിപ്പോയ വി എസിനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് നാവടച്ചതേ ഉള്ളൂ. ദാ സംഗതി അച്ചട്ടായി കഴിഞ്ഞു. പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞമർന്ന വി എസ് നോക്കൂ, ഇപ്പോഴും നിന്ന് ജ്വലിക്കുകയാണ്. ആ തീയില്, ആ അഗ്നിയില് ആരൊക്കെയാണ് വെന്തു ചാമ്പലാവുകയെന്നത് ഇപ്പോൾ പറയാനാവില്ല. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് എം സ്വരാജുമാരും ചിന്ത ജെറോമുമാരും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങള് ഇപ്പതാ അക്ഷരം പ്രതി ശരിയാണെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ഇപ്പോഴത്തെ പ്രധാന താരം, അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിശേഷം. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല് വധശിക്ഷ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പെൺകുട്ടിയും, ഒരു കുഞ്ഞുകുട്ടി, ആ പെൺകുട്ടിയും ഇപ്പോഴ് ചർച്ചാ വിഷയമാകുന്നുണ്ട്. 2012 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് അന്നത്തെ യുവജന നേതാവ് തീപ്പൊരി എം സ്വരാജ് പറഞ്ഞതായി അന്നേ നമ്മളൊക്കെ കേട്ടിരുന്നതാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ദീർഘകാലം പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പിരപ്പൻകോട് മുരളി അത് ശരിയായിരുന്നുവെന്ന് പറഞ്ഞു. ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. ഇപ്പോതാ 2015 ആലപ്പുഴ നടന്ന സമ്മേളനത്തിന് ഒരു ചെറിയ പെൺകുട്ടി ഇതേ ആവശ്യം ഉന്നയിച്ചുവെന്ന്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആവശ്യം ആലപ്പുഴയിലും ഉയർത്തിയെന്ന് ആരാ പറയുന്നത്? സുരേഷ് കുറുപ്പ്. പാർട്ടിയുടെ MP ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്, പാർട്ടിയിലെ സമുന്നതനായ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു ഒരു ചെറിയ പെൺകുട്ടി ഇതേ ആവശ്യം ആലപ്പുഴയിൽ ഉന്നയിച്ചിരുന്നുവെന്ന്. ആരാണെന്ന് കുറിപ്പ് പറയുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ചിന്താ ജെറോം, CPM-ന്റെ യുവജന നേതാവ്, അവരാണയിട്ട് പറയുന്നു അങ്ങനെ ഒരു സംഭവം ആലപ്പുഴ സമ്മേളനത്തിൽ നടന്നിട്ടില്ലെന്നാണ്. ആ സമ്മേളനത്തില് ചിന്താ ജെറോം ഒരു പ്രതിനിധിയായിരുന്നു, കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണോ അവർ ഇത്ര ആധികാരികമായിട്ട് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം സമ്മേളനത്തിൽ സ്വരാജ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ വി എസ് അച്യുതാനന്ദൻ അതിനൊരു വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചില്ല. അത് മാത്രമല്ല, പിറ്റേന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് മുഖത്തടിക്കുന്നത് പോലുള്ള മറുപടി നൽകുകയും ചെയ്തു. അതായത് ചിലരൊക്കെ ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് വി എസ് അച്യുതാനന്ദൻ വളരെ കൃത്യമായിട്ട് അതിനൊരു കിടിലൻ മറുപടി അങ്ങ് നൽകി. പക്ഷേ ഈ കൊച്ചു പെൺകുട്ടി പറഞ്ഞപ്പം ആലപ്പുഴ വെച്ച് ഒന്ന് പതറിപ്പോയി വി എസ്. വിപ്ലവ തീജ്വാലമൊക്കെയാ, എന്നാൽ പോലും ഇത്ര ഒരു ചെറിയ കുട്ടി പോലും തനിക്ക് തൂക്കുകയർ തരണമെന്ന് പറയുമ്പോൾ ഏതൊരു നേതാവും ഒന്ന് പകച്ചു പോകും. വല്ലാതെ വിഷമിച്ചു പോയി വി എസ്. അപ്പൊ വി എസ് അതിൽ ദുഃഖിതനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് സുരേഷ് കുറുപ്പ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ എഴുതിയൊരു ലേഖനത്തിന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ ആലപ്പുഴ സമ്മേളനത്തിലെ അന്ന് പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്, അതിൽ ഭൂരിഭാഗം പേജുകളിലും വി എസ് അച്യുതാനന്ദനെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങളായിരുന്നു. വി എസിനെതിരായിട്ടുള്ള കുറ്റപത്രം തന്നെയായിരുന്നു ആ വർഷത്തെ അല്ലെങ്കിൽ ആ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ട്. അത് വി എസിനെ വല്ലാതെ ദേഷ്യം കൊള്ളിച്ചു, അല്ലെങ്കിൽ വിഷമം തോന്നി, സങ്കടം തോന്നി. പാർട്ടിക്ക് വേണ്ടി എത്ര കാലം ജീവിച്ച, ജീവൻ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു നേതാവാ. അദ്ദേഹത്തെ കുറിച്ച് ഇതുപോലെയുള്ള കുറ്റാരോപണങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക രേഖയിൽ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം PB നേതാക്കന്മാരോട് പറഞ്ഞു ഇത് ഒഴിവാക്കണം, ഈ പരാമർശങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് മാറ്റണം. പക്ഷെ അവരൊന്നും അതിന് സമ്മതിച്ചില്ല. കാരണം അവരൊക്കെ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വസ്ത വിധേയരായിരുന്നു. അവർക്ക് വേണ്ടി സമ്മേളനം നടത്താനാണ് അവർ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നത് തന്നെ. അപ്പൊ അവർ സമ്മതിച്ചില്ല. അതിൽ ഖിന്നനായിരിക്കുമ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. അതുകൂടെ കേട്ടപ്പോൾ പാവം വി എസ് തകർന്നുപോയി. അദ്ദേഹം ദുഃഖിതനായി അല്പം പ്രതിഷേധത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് നമ്മുടെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ചിന്താറാം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇവരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ വെറും മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ചിന്താ ജെറോം അത് തന്നെയാ പറഞ്ഞത്, അങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇത് മാധ്യമങ്ങള് ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന മാധ്യമ സൃഷ്ടിയാണെന്നാ. അപ്പൊ പിന്നെ ശിവൻകുട്ടി സഖാവേ അല്ലെങ്കിൽ കടകംപള്ളി സഖാവേ, നമ്മുടെ VS യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സത്യമാണല്ലോ, പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാ. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പത്രങ്ങളിലും ചാനലുകളിലും വന്നതാ. അപ്പൊ പിന്നെ എന്തിനായിരുന്നു അദ്ദേഹം ഈ സമ്മേളനം തീരുന്നതിനൊക്കെ ഇറങ്ങിപ്പോയത്? അതൊന്ന് വിശദീകരിക്കാമോ? ഇനി ചെറിയ പെൺകുട്ടി അങ്ങനൊന്നും പറഞ്ഞില്ല, അതിന്റെ പേരിൽ അദ്ദേഹം ഇറങ്ങിപ്പോയില്ല, അതാണ് വാദമെങ്കിൽ അപ്പൊ ഇത് പറ,
ഈ ചോദ്യത്തിനൊരു വിശദീകരണം നൽകുക. എന്തിനാ പിന്നെ അദ്ദേഹം VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? സുരേഷ് കുറുപ്പിന്റെ ഈ ലേഖനം വായിച്ചപ്പോൾ തന്നെ ആരാണ് ഈ ചെറിയ പെൺകുട്ടി എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു. കുറുപ്പിനോട് തന്നെ അങ്ങ് ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തിട്ടങ്ങ് മുങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തെ കിട്ടുന്നില്ല. പിന്നെ പലരോട് അന്വേഷിച്ചു, പലരും ചില സൂചനകളൊക്കെ നൽകി. എന്നാലും ഇതിനുള്ളൊരു ശരിയായ ഉത്തരം തന്നത് നമ്മുടെ ചിന്താ ജെറോമ. അവർ പെട്ടെന്ന് രംഗത്ത് വരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ളൊരു വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ കുറിച്ച് വരുമ്പോഴേ മുതിർന്ന നേതാക്കളാണ് അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്. അതിനു പകരം ചിന്താ ജെറോം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ എഴുതുന്നതാണ്, മാധ്യമ സൃഷ്ടിയാണെന്ന്. ചേട്ടാ, ചിന്താ ജെറോമിന് എന്താ ഇവിടെ കാര്യം? അവരെ കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. സുരേഷ് കുറുപ്പ് അക്ഷരം പറഞ്ഞിട്ടില്ല അത് ചിന്താ ജെറോമാണ് പറഞ്ഞതെന്ന്. മറ്റാരും പറഞ്ഞില്ല. മാധ്യമങ്ങളിൽ അങ്ങനത്തെ ഊഹാപോഹങ്ങളൊന്നും വന്നുമില്ല. പിന്നെന്തിനാണ് ചിന്താ ജെറോം ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത്? മുതിർന്നവർ വരട്ടെ, നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? എന്നെ കണ്ടാൽ കിണ്ണം കട്ടുവെന്ന് തോന്നുന്നുണ്ടോ എന്നൊരു സംശയമാണോ? അതാണോ? അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ഈ ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വേറെയും ചെറിയ പെൺകുട്ടിമാര് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അത് ചിന്താ ജെറോം മാത്രമല്ലല്ലോ. അപ്പൊ അവര് രംഗത്ത് വന്നപ്പോഴാണ് നമുക്ക് സംഗതികളുടെ കിടപ്പ് കൃത്യമായിട്ട് മനസ്സിലായത്. VS ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ചിന്താ ജെറോം പറഞ്ഞോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷെ സുരേഷ് കുറുപ്പ് എഴുതിയത് കൊണ്ട് ആരോ ഒരാൾ ആലപ്പുഴയിൽ ഇത് പറഞ്ഞു എന്നത് വളരെ വ്യക്തമാണ്. കാരണം കള്ളം പറയുന്ന ഒരാളല്ല സുരേഷ് കുറുപ്പ്. സത്യസന്ധന. എത്രയോ വർഷമായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരിക്കും മുതൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയാവുന്ന ഒരാളാണ് കുറുപ്പ്. അദ്ദേഹം കള്ളം പറയത്തില്ല. പക്ഷെ അദ്ദേഹം ചിന്താ ജെറോമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചിന്താ ജെറോമിനോട് പറയാനുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഇരിക്കട്ടെന്നേ. നമ്മുടെ ധൈര്യമായിട്ട് നിൽക്ക്, ഉറച്ചു നിൽക്ക്. കാരണം അതായിരിക്കും ഗുണം ചെയ്യുക. തിരുവനന്തപുരം സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഇത് പറഞ്ഞ നേതാവ്. അതുകൊണ്ട് പ്രയോജനമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് മറന്നു പോകരുത്. ചിന്താ ജെറോം ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വരെ ആയിട്ടേ ഉള്ളൂ. ഇതേ നിലയിൽ അങ്ങോട്ട് ഉറച്ചു നിന്നാൽ കാരണഭൂതന്റെ പിന്നിൽ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങോട്ട് ഉറച്ചു നിന്നേച്ചാൽ മതി. അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ യാതൊരു സംശയം വേണ്ട, പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചിന്താ ജെറോം ഉണ്ടായിരിക്കും. ഇതേമാതിരി അസംബന്ധം പറയുന്ന കുറെ എണ്ണം ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പിരപ്പൻകോട് മുരളിയെ കുറിച്ച് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. പക്ഷെ ഗോവിന്ദൻ മാഷേ, ഈ മാതിരിയുള്ള എണ്ണങ്ങളുടെ എണ്ണം കൂടുകയാണല്ലോ. കൂടുതൽ ആളുകള് വെളിപ്പെടുത്തലുകളുമായിട്ട് പുറത്തേക്ക് വരികയാണല്ലോ. അന്ന് മാഷ് പറഞ്ഞത് പിരപ്പൻകോട് മുരളി എന്തോ പുസ്തകം എഴുതുന്നുണ്ട്, അതായത് VSന്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിന് പബ്ലിസിറ്റി കിട്ടാനും നല്ലപോലെ കച്ചവടം നടക്കാനുമാണ് ഇവ കാര്യങ്ങൾ പറയുന്നതെന്നാണല്ലോ. ഇനി സുരേഷ് കുറുപ്പും അങ്ങനെ വല്ല പുസ്തകം എഴുതുന്നുണ്ടാവൂ? അതിന്റെ പബ്ലിസിറ്റിക്ക് ആയിരിക്കുമോ ഇതുപോലെ ഈ കൊച്ചു പെൺകുട്ടിയുടെ കഥയും മറ്റും ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അന്വേഷിക്കേണ്ട കാര്യമാ. അത് ഇപ്പോഴും പാർട്ടിയിൽ അംഗമാ. പിരപ്പൻകോട് മുരളിയെ പോലെ ഘടകം കൊടുക്കാതിരുന്നത് കൊണ്ട് പാർട്ടിയുടെ പുറത്തു പോയിട്ടൊന്നുമില്ല. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പാർട്ടിയിലുണ്ട്, പാർട്ടി അംഗം തന്നെയാ. അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. വല്ല പുസ്തകം എഴുതാനുള്ള നീക്കമാണോ എന്ന് ഒന്ന് അന്വേഷിച്ചു വെച്ചേക്കണം. VSന്റെ കൂടെ നിന്നതിന്റെ പേരില് പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്, ധാരാളം മിടുമിടുക്കന്മാരൊക്കെ. അവരൊക്കെ എങ്ങും ഇല്ലാതായിപ്പോയി. അതുപോലുള്ള ആളുകള് ഇതുപോലെ പാർട്ടിക്ക് തൊന്തരം ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പിരപ്പൻകോട് മുരളി അങ്ങനെ, ഏതാണ്ട് സുരേഷ് കുറുപ്പും അങ്ങനെയാ. കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി. ഏതായാലും ഈ ചെറിയ പെൺകുട്ടിയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊണ്ട് ഒരു കാര്യം വ്യക്തമായി. അതായത് തിരുവനന്തപുരത്തും പിന്നീട് ആലപ്പുഴയിലും ബാക്ക് ടു ബാക്ക് ഈ ആവശ്യം ഉയർന്നപ്പോൾ അതായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ പൊതു മുദ്രാവാക്യം എന്നുള്ളത്. അതായത് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുക, അതായിരുന്നു ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ മൊത്തത്തിലുള്ള അജണ്ട എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോഴേ മറ്റു ചില കാര്യങ്ങൾ ഓർക്കേണ്ടി വരുന്നു. അതായത് ഈ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച ആ തെരഞ്ഞെടുപ്പ്. അന്ന് M സ്വരാജിനെ നിയമസഭയിലേക്ക് അയച്ചില്ലെങ്കിൽ കേരളം തന്നെ ഇല്ലാതായി പോകുമെന്നൊക്കെ പ്രസംഗിച്ച കുറെ ആളുകളുണ്ടായിരുന്നു നിലമ്പൂരില്. സാംസ്കാരിക സാഹിത്യ രംഗത്തെ കുറെ പൂമരങ്ങൾ. ആ നിലമ്പൂർ പൂമരങ്ങളെ ആരെയും ഈ വിവാദം ഉണ്ടായിട്ട് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ്, അത് കഴിഞ്ഞ് ആലപ്പുഴയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇതൊന്നും ഉണ്ടായിട്ടും ആരെയും കാണാനില്ല. ഈ പൂമരങ്ങളൊക്കെ VS അച്യുതാനന്ദന്റെ അന്ത്യയാത്രയില് ഇല്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഷ്ടിയുരുട്ടി മുദ്രാവാക്യം വിളിച്ച ടീംസാണ്. അവരെ ആരെയും ഇപ്പൊ കാണുന്നില്ല. ഇതുവരെ പറഞ്ഞത് ഒഴിഞ്ഞുപോയവര് അല്ലെങ്കിൽ ഒഴിപ്പിച്ചു വിട്ടവര് അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകളാ, തൊന്തരവുകളാ. പക്ഷേ കൂടെ നിർത്തി വളർത്തിക്കൊണ്ടുവന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച ആളുകള് പാർട്ടിക്കും സർക്കാരിനും 8ന്റെ പണി തന്നാലോ? അത് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു
RSSന്റെ ഒരു പരിപാടിയുണ്ട്, ജ്ഞാനസഭ. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യ മുഴുവൻ ഫലപ്രദമായി നടപ്പാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമാണ്. RSSകാരാ സംഘടിപ്പിക്കുന്നത്, അവരുടെ ഒരു സംഘടന, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒന്ന്. അപ്പൊ അതില് കേരളത്തിൽ നിന്ന് 4 VCമാര് പങ്കെടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഇടതുമുന്നണി ഭരിക്കുന്ന സ്ഥലമാണ്. RSSനെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റുമായി ഇവിടെ ഉള്ളത്. ഈ സംസ്ഥാനത്ത് നിന്ന് 4 വൈസ് ചാൻസലർമാര് ഈ RSSകാരുടെ ജ്ഞാനസഭയിൽ 4 ജ്ഞാനികള് പങ്കെടുത്തിരിക്കുന്നു. കേരള, കാലിക്കറ്റ്, കണ്ണൂര്, ഒപ്പം നമ്മുടെ ഫിഷറീസ് സർവകലാശാല, അതിന് കുഫോസ് എന്നാണ് പറയുന്നത്. ഈ 4 ജ്ഞാനികളാണ് RSS സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആദ്യത്തെ 3 പേരെ വിട്ടേര്, അവര് ഗവർണർ നിയമിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില RSS ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ കുഫോസിന്റെ വൈസ് ചാൻസലർ ഒരു ഡോക്ടർ A. ബിജുകുമാർ, അദ്ദേഹം ഈ ജ്ഞാനസഭയിൽ പങ്കെടുത്തിരിക്കുന്നു. അതാണിപ്പം സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുന്നത്. വെട്ടിലായി എന്നാണ്, അതായത് സർക്കാർ വെട്ടിലായി എന്നാണ് മാതൃഭൂമി ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ആ തലക്കെട്ട് വലിയ കാര്യമൊന്നുമില്ല. സർക്കാർ ഇപ്പൊ വെട്ടിലാണ്, സ്ഥിരമായിട്ട് വെട്ടിൽ കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ ജ്ഞാനസഭയുടെ കാര്യത്തിൽ പറ്റിയ അതിന്റെ പേരിൽ വെട്ടിലായി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ആരാ? സ്വന്തം VCയാ, CPMന്റെ സ്വന്തം ആളാണെന്നേ. സർവകലാശാലകളിലെ CPM അനുഭാവികളായ അധ്യാപകരുടെ ഒരു സംഘടനയുണ്ട്, ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻസ് എന്നാണ് അതിന് പറയുന്നത്. അതിലെ ഒരു പ്രധാന നേതാവായിരുന്നു നമ്മുടെ ബിജുകുമാർ. അദ്ദേഹത്തെ VC ആക്കിയപ്പോഴ് ഈ സംഘടന സ്വീകരണവും കൊടുത്തതാ, അത്രയ്ക്ക് അടുത്താളായിരുന്നു. അദ്ദേഹം പോയതാണ് ഇപ്പോ ഗവൺമെന്റിനെയും പാർട്ടിയെയും മാതൃഭൂമിയുടെ ഭാഷയും കടമെടുത്ത് പറഞ്ഞാൽ വെട്ടിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയും ബിന്ദു മാഡവും ഒക്കെ ഇപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപലപനീയമാണെന്നാ പറയുന്നത്. കേരളത്തിലുള്ള VCമാര് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള RSSന്റെ ശ്രമത്തിൽ കൂട്ടുചേരാൻ പോയത് അപലപനീയം എന്നാ പറഞ്ഞത്. ശിവൻകുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ബിന്ദു മന്ത്രിയോ? ആരാണ് ഇവർക്ക് പോകാൻ അനുവാദം കൊടുത്തത്? ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, പോകേണ്ടവർക്ക് പോകാമെന്നുള്ള ഒരു പച്ചക്കൊടി കാട്ടിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡമാണ്. മന്ത്രി പറഞ്ഞിട്ടാണ് VCമാര് പോയത്. കൊള്ളാൻ പറഞ്ഞു, അവര് പോയി. ഇതിൽ എന്നാ അപലപിക്കാനാ? ഈ തുടർ നടപടി എടുക്കും അത്രേ. എന്നാ തുടർ നടപടി എടുക്കാനാ? ഈ സർവകലാശാലകളിലൊക്കെ ചാൻസലറായ നമ്മുടെ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വൈസ് ചാൻസലർമാരായിരിക്കുന്ന ഇവർ പങ്കെടുത്തു. അവരെ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. സർക്കാർ ഓരോന്ന് പറയും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാ പോകരുതെന്ന്, പോകുന്നത് ശരിയല്ലെന്ന്. പക്ഷെ VCമാര് അവർക്ക് തോന്നിയത് പോലെ ചെയ്യും. അതാണ് ചിലരൊക്കെ ചോദിക്കുന്നത്, ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന്.